ചലച്ചിത്ര ആസ്വാദകർക്ക് വിരുന്നൊരുക്കി മാനന്തവാടി പഴശ്ശി ഗ്രന്ഥാലയം സംഘടിപ്പിച്ച അഖില കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രമായും ജനപ്രിയ ചിത്രമായും എസ് മൃദുൽ സംവിധാനം ചെയ്ത കനം തിരഞ്ഞെടുക്കപ്പെട്ടു. പഴശ്ശി ദിനാചരണത്തോടനുബന്ധിച്ചാണ് മാനന്തവാടി നഗരസഭയും പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയം ദൃഷ്ടിദോഷം ചലച്ചിത്രവേദിയും ചേർന്ന് മാനന്തവാടി വർണ്ണ തിയേറ്ററിൽ അഖില കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. വിവാദമായ മറ്റൊരു കേസ് കൂടി ഏറ്റെടുക്കുകയാണ്. അഡ്വക്കേറ്റ് ചേരുകയാണ്. ശ്രീ പി എ ശർമ്മ, മണിക്ക് വേണ്ടി വക്കാലത്ത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ആർട്ട് ഡയറക്ടർക്കുള്ള ചലച്ചിത്ര അക്കാദമി അവാർഡ് ലഭിച്ച അജയൻ ചാലിശ്ശേരി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ 55 സിനിമകൾ എൻട്രികളായി വരികയും ഇതിൽ നിന്നും പ്രത്യേക അക്കാദമി കമ്മിറ്റി തിരഞ്ഞെടുത്ത 10 സിനിമകളായിരുന്നു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ആസ്വാദകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത്. വർണ്ണ തിയേറ്ററിൽ പ്രദർശനം സംഘടിപ്പിക്കുകയും ഇതിനു പുറമെ തിയേറ്ററിന് പുറത്ത് LED വാൾ സജ്ജീകരണമൊരുക്കി കൂടുതൽ ആസ്വാദകരിലേക്ക് സിനിമകൾ എത്തിക്കുകയും ചെയ്തു. സിനിമാ പ്രേമികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സിനിമാ പ്രവർത്തകർ നമ്മുടെ ഈ ഉദ്യമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ സന്തോഷ് മണ്ടൂർ ചെയർമാനായ ജൂറി അംഗങ്ങളായിരുന്നു മികച്ച സിനിമയെയും മറ്റ് അവാർഡുകളെയും തെരഞ്ഞെടുത്തത്. ഇതിൽ നിന്നും മൃദുൽ എസ് സംവിധാനം ചെയ്ത കനം എന്ന സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള 25,000 രൂപ ക്യാഷ് അവാർഡും ഫലകവും ലഭിച്ചു. പ്രേക്ഷകർ തിരഞ്ഞെടുത്ത മികച്ച ജനപ്രിയ സിനിമയ്ക്കുള്ള 10,000 രൂപയും ഫലകവും കനം എന്ന ഇതേ ചിത്രം തന്നെ നേടി. മികച്ച സംവിധായകനുള്ള 15,000 രൂപയും ഫലകവും ഉറ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ശ്രുതിൽ മാത്യു നേടി. മികച്ച ഛായാഗ്രഹനായി ഗോൾഡൻ ലെവ് എന്ന ചിത്രത്തിലെ ഛായാഗ്രഹനായ ജിജോ എബ്രഹാം കരസ്ഥമാക്കി. ഇതിനു പുറമെ ട്രീസ, ടൈംലെസ് എന്നീ ചിത്രങ്ങൾ ജൂറിയുടെ പ്രത്യേക പരാമർശം ഏറ്റുവാങ്ങി. വർണ്ണ തിയേറ്ററും LED വാൾ പരിസരവും തിങ്ങി നിറഞ്ഞ ആസ്വാദകരുടെ സമക്ഷത്തിൽ വെച്ച് തന്നെ എല്ലാ അവാർഡുകളും ജേതാക്കൾക്ക് കൈമാറി. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.